ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞങ്ങളുള്ളത് എറണാകുളത്തപ്പം ഗ്രൗണ്ടിലാണ്. അപ്പോൾ അവിടെ ഒരു മറൈൻ എക്സിബിഷൻ നടക്കുകയാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടി വന്നേക്കുവാണ്. ഞാനും അനൂസും ഇസുക്കുട്ടനും ഒക്കെ ഉണ്ട്. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു മീനിൻ്റെ ഷേപ്പിൽ, വലിയ മീനിൻ്റെ വായിൽ ഇങ്ങനെ വാ തുറന്നിരിക്കുന്ന ഷേപ്പിലേക്ക് അവർ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ലൈറ്റ് അറേഞ്ച് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഫുൾ ബ്ലൂമായ കേട്ടോ. അപ്പോൾ ഈ സ്റ്റെപ്പ് കയറിയിട്ട് വേണം നമ്മൾ അകത്തോട്ട് പോകാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. അപ്പോൾ ഒരാൾക്ക് 120 രൂപയാണ് ആവുന്നത്. 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് 120 ആയിട്ടോ ഒരാൾക്ക്. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ കണ്ട ആ എൻട്രൻസിലുള്ള നമ്മൾ അകത്തോട്ട് കയറി ചെല്ലണം. കയറി ചെല്ലുമ്പോൾ തന്നെ മീനുകളെയൊക്കെ ഒരു ഫിഷ് ടാങ്കിൻ്റെ ഉള്ളിലിട്ടേക്കുവാണ്. ഒരു വലിയ സിലിണ്ടർ ഷേപ്പുള്ള ഫിഷ് ടാങ്കിൽ നിറച്ചും ഇട്ടേക്കുവാണ്. ഇപ്പുറത്തെ സൈഡിൽ ഒരു ടാങ്ക്, സാധാരണ ടാങ്കിൽ നമ്മൾ ഇടത്തില്ലേ അതേപോലത്തെയാണ്. പലതരത്തിലുള്ള ഫിഷുകളാണ് നമുക്ക് കാണാൻ പറ്റില്ല. ഒന്നിൻ്റെ പേരുകളൊന്നും അവർ മെൻഷൻ ചെയ്തിട്ടില്ല, അവിടെ നിന്ന് എഴുതിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഏത് ഫിഷാണെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. എന്നാലും ഒരുപാട് വെറൈറ്റി ടൈപ്പ് ഓഫ് ഫിഷ്, വലുതും ചെറുതായിട്ടുള്ള ഒരുപാട് ഫിഷസ് അവൈലബിൾ ആട്ടോ. നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല രസമാണ്, പ്രത്യേകിച്ച് പിള്ളേർ. അപ്പോൾ ഓരോ കളർഫുള്ളായിട്ടുള്ള മീനുകളൊക്കെ നമുക്കിങ്ങനെ കണ്ട് നമുക്ക് ഇങ്ങനെ പോകാം. അപ്പോൾ ഓൾറെഡി നമ്മൾ ചാവക്കാടുള്ള മറൈൻ വേൾഡ് പോയി എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്രയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വലിയ എക്സൈറ്റിങ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എന്നാലും അനൂസിന് ഇസുക്കുട്ടനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അവർ ശരിക്കും ഓരോ മീനും എൻജോയ് ചെയ്തിട്ട് നല്ല രസം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. നമ്മൾ ഗ്ലാസ്സിൽ തൊടുമ്പോൾ നമ്മുടെ കയ്യുടെ അടുത്തോട്ടൊക്കെ വരും. അപ്പോൾ നല്ല രസമായിരുന്നു, എന്നിട്ട് എൻജോയ് ചെയ്തു കേട്ടോ നമ്മൾ. അപ്പോൾ ഒരു എക്സിബിഷൻ ഓഗസ്റ്റ് 17 മുതലാണ് സ്റ്റാർട്ട് ചെയ്തേക്കണത്. ഏകദേശം സെപ്റ്റംബർ ലാസ്റ്റോടുകൂടി തീരത്തുള്ളൂ. ഓണത്തിൻ്റെയൊക്കെ സമയമൊക്കെ ആകുമ്പോഴേക്കും നല്ല തിരക്കായിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പോഴേ നല്ല തിരക്കുണ്ട്. അപ്പോൾ നമുക്ക് വന്നെങ്കിൽ നിങ്ങൾ ഈ ഒരു ടൈമിനുള്ളിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് അധികം തിരക്കില്ലാതെയൊക്കെ കാണാനായിട്ടും എൻജോയ് ചെയ്യാനൊക്കെ സാധിക്കും കേട്ടോ. ഈ ഷോയുടെ ടൈമിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഹോളിഡേയ്സ് ഒക്കെ ആണെങ്കിൽ 11 മണി തൊട്ട് രാത്രി 9:30 വരെയുണ്ട്. അതേപോലെ തന്നെ വീക്ക് ഡേയ്സിലാണ് നമ്മൾ വരുന്നതെങ്കിൽ വൈകുന്നേരം 4 മണി തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത്. കൂടാതെ കുട്ടികളായിട്ട് വരുവാണെങ്കിൽ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരു പാർക്ക് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ്. അതേപോലെ തന്നെ ഈ ഒരു അക്വ ഷോ കഴിയുമ്പോൾ തന്നെ കുറച്ച് എക്സിബിഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട്, ഇപ്പോൾ ഓണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് എക്സിബിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് കരിമീനാട്ടോ. കരിമീൻ്റെ വലിയ കരിമീനാണ് ഒരു ടാങ്കിട്ടാണ്. ഇത് മാത്രം മനസ്സിലായി അതാ മീൻ കേട്ടോ. പിന്നെ ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മീനാട്ടോ. ഈ കൂട്ടത്തിൽ എനിക്ക് കണ്ടതിൽ വെച്ച് എനിക്ക് കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഈ ഒരു സെഷൻ ചെറിയ മീൻ, അതുപോലെ തന്നെ കളർഫുള്ളായിട്ടുള്ള മീൻ കേട്ടോ. അത് ഓടി കിടക്കണതാണ്, നല്ല രസമാണ്. പല കളറിലുണ്ട് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചെല്ലുന്നത് ഒരു ടണലിലാണ്, അണ്ടർ വാട്ടർ ടണൽ. നമ്മൾ ഏതോ അക്വ ഷോയിൽ പോയാലും കാണുന്നതാണ് ഈ ഒരു ടണൽ അല്ലേ. നമുക്ക് ഫോട്ടോ എടുക്കാനും റീൽസ് എടുക്കാനും ഒക്കെ തോന്നും ഇതിലൂടെ പോകുമ്പോൾ. ശരിക്കും ഇതിലൂടെ പോകുമ്പോഴേക്കും നമ്മൾ കടലിൻ്റെ നടുക്കൂടെ പോകുന്നതായിട്ട് തോന്നും. ചുറ്റും വെള്ളവും അതേപോലെ തന്നെ പലതരത്തിലുള്ള മത്സ്യങ്ങളൊക്കെ വന്നിട്ട് അടിപൊളി ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ ഈ ഒരു തണലിലൂടെ പോകുമ്പോഴേക്കും. ഇത് കണ്ടോ, പാമ്പിൻ്റെ ഷേപ്പിലുള്ള മീനാണിത്. അപ്പോൾ അടുത്തത് ഇങ്ങനെ പോപ്കോൺ സ്നാക്സ് ഒക്കെ കിട്ടുന്ന ഒരു ചെറിയ ഏരിയയും പുറകെ കാർ വാഷിൻ്റെയൊക്കെ എക്സിബിഷൻ ആയിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എക്സിബിഷൻ തീർന്നെന്ന് ഓർത്ത്. പക്ഷേ അടുത്ത സെക്ഷനിലാണ് ഇതിൻ്റെ ശരിക്കുള്ള അട്രാക്ഷൻ ആയിട്ടുള്ള മത്സ്യകന്യകയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മൾ പോകാം കേട്ടോ.
അത് കഴിഞ്ഞിട്ട് എക്സിബിഷൻസാണ്. കുറച്ച് സ്റ്റോൾ ഉണ്ട്, കുറച്ചധികം സ്റ്റോളുകളുണ്ട്. അവർ ഓരോരോ പ്രോഡക്റ്റൊക്കെ വിൽക്കാൻ വേണ്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ബാഗിനൊക്കെ ആണെങ്കിൽ തന്നെ ഒരു 150 റുപ്പീസിനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ബാഗുകളാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ കിടക്കകൾ, അലമാരീസ്, മസാജ് ചെയ്യണ കസേര, മസാജ് ചെയ്യണ ഐറ്റംസൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. എണ്ണകളൊക്കെ ഉണ്ട് കേട്ടോ, കുഴിനകത്തിനൊക്കെ പറ്റിയാണ്. അതുപോലെ അച്ചാറുകളൊക്കെ ഒരുപാട് വെറൈറ്റി ടൈപ്പ് ഓഫ് അച്ചാറുകൾ, അതുപോലെ തന്നെ കോഴിക്കോട് ഹൽവ, അതുപോലെ തന്നെ ഇതുപോലത്തെ ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റുകളൊക്കെ, പച്ചക്കറി വിത്തുകൾ, പിന്നെ കമ്മലൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി കമ്മലിനൊക്കെ 40 രൂപയ്ക്കൊക്കെ നല്ല അടിപൊളി കമ്മൽസൊക്കെ കിട്ടും. പിന്നെ അല്ലറ ചില്ലറ സ്റ്റേഷനറി ഐറ്റംസൊക്കെ കിട്ടുന്ന നമ്മൾ സാധാരണ കാണുന്ന കടകളും അവൈലബിൾ ആണ്. നമുക്ക് മേടിക്കണമെങ്കിൽ മേടിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ചുമ്മാ ഇതൊക്കെ കണ്ട് നടക്കണമെങ്കിൽ അങ്ങനെ നടക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞങ്ങൾ കുറച്ചൊക്കെ നോക്കി, നല്ലതൊക്കെ നോക്കിയിട്ട് നല്ലത് നോക്കിയൊക്കെ മേടിച്ചിട്ട്. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ഒരുപാട് മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ സ്റ്റേഷനറി ഐറ്റംസ്, പഴയകാല മിഠായികളൊക്കെ ഉണ്ട്, പിന്നെ അച്ചാറുകൾ ഒക്കെ ഉണ്ട്. അപ്പോൾ പഴയകാല മിഠായിസൊക്കെ നമ്മൾ കുറച്ചധികം നോക്കിയായിരുന്നു, കാരണം അതൊക്കെ നമ്മൾ കഴിച്ചിട്ട് പണ്ട് കഴിച്ചതൊക്കെയാണല്ലോ. പിന്നെ ഇതേപോലത്തെ ഈ ഒരു പാൻറ്റിന് 250 രൂപയാണ് ആവുന്നത് കേട്ടോ. അത് നമുക്ക് 200 രൂപയ്ക്ക് വേണമെങ്കിൽ അവർ തരും. നമ്മൾ മേടിച്ചൊന്നുമില്ല, ജസ്റ്റ് കണ്ടിട്ടിങ്ങനെ പോകുന്നു. അതേപോലെ തന്നെ ഓണത്തിന് ഇടാൻ പറ്റിയ സെറ്റ് സാരികൾ, സെറ്റും ഉണ്ടാക്കുക ഒക്കെ എല്ലാം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനത്തെ ടോയ്സും കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടോയ്സ് കണ്ടപ്പോഴേക്കും ഇസക്കുട്ടൻ പറഞ്ഞു, ഇസക്കുട്ടനെ ഇഷ്ടപ്പെട്ടു. ഇത് എന്താ എങ്ങനെയൊന്നും അറിയാൻ പാടില്ല, ജസ്റ്റ് ഇങ്ങനെ അമർത്തുന്ന ഒരു സാധനമാണ്. പക്ഷേ ഇസക്കുട്ടനെ ഇത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ നമ്മളൊരെണ്ണം മേടിച്ചു കൊടുക്കുകയുണ്ട് കേട്ടോ. ഇത് ഫോണൊക്കെ വിൽക്കണ ഓരോരോ കവറൊക്കെയാണ് കേട്ടോ. കാരണം ഇതുണ്ട്, വണ്ടിയിലൊക്കെ വയ്ക്കാൻ പറ്റിയ, കാറിലൊക്കെ വയ്ക്കാൻ പറ്റിയ ഐറ്റംസൊക്കെയാണ്. പിന്നെ ഞങ്ങൾ പിന്നെയും നോക്കിയത് പഴയകാല മിഠായികളാണ്. നമ്മൾ പണ്ട് കഴിച്ചിട്ടുള്ള മിഠായികളൊക്കെ ഉണ്ടല്ലോ. ഇത് ഏതെടുത്താലും 20 രൂപയാണ് വരുന്നത്. പണ്ട് കാലത്തും ഉപയോഗിച്ചിരുന്ന ജെംസ്, അതിന് ജെംസിൻ്റെ തന്നെ പല ടൈപ്പ് ഉണ്ട്. ജെല്ലി ഉണ്ട്, പിന്നെ കപ്പലിൻ്റെ മിഠായി ഉണ്ട്, അതേപോലെ തന്നെ നാരങ്ങ മിഠായി പല കളറിലൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ മിഠായിസൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കുറച്ച് പർച്ചേസ് ചെയ്തായിരുന്നു. ഈ ഒരു ഗോൾഡൻ കളർ മിഠായി ഉണ്ടല്ലോ, പണ്ട് എനിക്ക് പപ്പ എന്നെ പറ്റിക്കുമായിരുന്നു. ഗോൾഡൻ സ്വർണ്ണമെന്ന് പറഞ്ഞിട്ട് എനിക്കൊന്ന് തരും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റിൻ്റെ മിഠായിയാണ് കേട്ടോ. അപ്പം ഇത് നമ്മുടെ അടുത്തായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ പഴയ നൊസ്റ്റാൾജി, പഴയ കാലമൊക്കെ ഓർമ്മ. ഒരു ക്ലാസ് വിട്ട് വരുമ്പോഴേക്കും നമ്മൾ ഓരോ മിഠായിസൊക്കെ കഴിക്കുമല്ലോ, അങ്ങനത്തെ മിഠായിസൊക്കെ നമ്മൾ കണ്ടത് കേട്ടോ. ഈ ഒരു മിഠായി ഉണ്ട്, ഇതും നമുക്ക് 1 രൂപയ്ക്ക് കിട്ടുന്ന മിഠായികളാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴേക്കും നമ്മൾ കുറച്ച് അധികം എടുത്തിട്ട്, അപ്പോൾ അനൂസൊന്നും ഇതൊന്നും കഴിച്ചിട്ടും കൂടി ഇല്ല. അപ്പോൾ നമ്മൾ കുറച്ചധികം പർച്ചേസ് ചെയ്തായിരുന്നു ഈ പഴയകാല മിഠായികൾ കണ്ടപ്പോഴേക്കും. പിന്നെ അതുപോലെ തന്നെ ഹൽവാസൊക്കെ ഉണ്ട് കേട്ടോ, ഒരുപാട് ചക്ക ഹൽവ, പൈനാപ്പിളിൽ, പിന്നെ ആസ് യൂഷ്വൽ സ്ട്രോബെറി, പിന്നെ ബ്ലാക്ക് ഒക്കെ ഉണ്ട്. പിന്നെ പച്ചമുളകിൻ്റെ ഒരു പച്ചമുളകിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ, അത് നല്ല വെറൈറ്റി ആയിട്ട് തോന്നി. പിന്നെ ഇതുണ്ടായിരുന്നു ഗോതമ്പിൻ്റെ ഒരെണ്ണം, അതും വെറൈറ്റിയാണ്. റെഡ് കളർ അനാറാട്ടോ, അതും നല്ലതായിരുന്നു. ഓരോന്നും കഴിക്കുമ്പോഴേക്കും നല്ല ടേസ്റ്റ്, ഏത് എടുക്കണമെന്ന് കൺഫ്യൂഷൻ. നമ്മൾ എടുത്തൊന്നുമില്ല, ജസ്റ്റ് ടേസ്റ്റ് ചെയ്തിട്ട് പോകുന്നു മാത്രം. പിന്നെ അടിപൊളി വലിയ ബാഗുകൾ, ചെരുപ്പുകൾ, ഡ്രസ്സുകൾ, അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് എല്ലാം നോക്കി നമ്മൾ പോകുന്നത്. കഴിഞ്ഞപ്പോഴേക്കും അനൂസിൻ്റെ ഫേവറേറ്റ് സെക്ഷൻ എത്തി, പേനകളുടെ സെക്ഷനിൽ പല കളറിലെ പേനകൾ, പെൻസിലുകൾ, റബ്ബറുകൾ, അങ്ങനത്തെ കുറച്ച് സെക്ഷൻസാണിത്. അപ്പോൾ ഇതെന്തെടുത്താലും 20 രൂപ ആ ഒരു കടയാണ് കേട്ടോ. അപ്പോൾ നമ്മളവിടെ ചെന്നിട്ട് കുറേ പെൻസിലും പേനയൊക്കെ കണ്ടു. അപ്പോൾ അത് കണ്ടപ്പോഴേക്കും ഇസക്കുട്ടനും അനൂസിനും ഇവിടെ നിന്ന് പിന്നെ പോകാനില്ല, അവർക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിക്കണം. അപ്പോൾ നമ്മൾ ഓരോ പേനയൊക്കെയാണ് നോക്കണതാണ്. പല പേനയൊക്കെ എല്ലാം കറക്റ്റാണ്, ഒരേപോലെ തന്നെ ഇരിക്കുന്നത്, പക്ഷേ അതിൻ്റെ ഡിസൈനൊക്കെ ഭയങ്കര വ്യത്യസ്തം, മെർമിഡിൻ്റെയൊക്കെ ഷേപ്പിലൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ബോൾ നമ്മൾ പണ്ട് ഇങ്ങനെ ഈ ബോളിൽ നിന്ന് കളിക്കുമായിരുന്നു കേട്ടോ, ഇപ്പോൾ അതൊന്നും കാണാനൊന്നുമില്ല. പിന്നെ ഇത് കണ്ട അവനെടുത്ത് പിടിച്ചാണ് കണ്ടോ, പെൻസിലിന് വേണ്ടിയൊക്കെ വാശിയായിരുന്നു. ലാസ്റ്റ് നമ്മൾ കുറച്ച് മേടിച്ച് കൊടുത്തു കേട്ടോ. പെൻസിലും പേനയൊക്കെ എപ്പോഴും ആവശ്യമുള്ളതല്ലേ. ന്യൂസ് അത് എടുത്തേക്കണം മൊത്തം റബ്ബറുകളാണ്, പല ഷേപ്പിലൊക്കെ ഉള്ള റബ്ബറുകളൊക്കെ കേട്ടോ. അതുപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള കീ ചെയിൻസൊക്കെ ഉണ്ട്. കീ ചെയിൻസൊക്കെ പിന്നെ എനിക്കൊരു വീക്ക്നെസ്, നല്ല രസമില്ല. അപ്പോൾ നമ്മൾ കീ ചെയിൻസൊക്കെ നോക്കി എന്തെടുത്താലും ഇവിടുന്ന് 20 രൂപയുള്ളൂ. നമ്മളപ്പോൾ അധികമൊന്നും എടുത്തൊന്നുമില്ല, രണ്ടുപേരും കൂടെ കണ്ട പെൻസിലും പേനയൊക്കെയാണ് കൂടുതലും എടുത്തത്.
അപ്പോൾ ജെഗിൻസൊക്കെ ഉണ്ട് 100 രൂപ വില തൊട്ടാണ് പല കളറിലും പല ഷേപ്പിലും പല സൈസിലും ഉള്ളതുണ്ട്. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് നോക്കാം. 100 രൂപയുള്ളൂ കേട്ടോ. പിന്നെ പെർഫ്യൂംസ് ഇതിപ്പോൾ ഞങ്ങൾ നടന്നു വന്നപ്പോഴേക്കും നമ്മുടെ കയ്യിൽ അടുപ്പിച്ചതാണ്. നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെർഫ്യൂംസ് പല പല ബ്രാൻഡുകളിലും പെർഫ്യൂംസും അത്തർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഇവിടെ. ചേട്ടാ ഈ കിച്ചൺ സെറ്റ് എത്രയാ? 50 രൂപയ്ക്കുണ്ട്. അത് കഴിച്ചാ നോക്കാം.
പിന്നെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഇസക്കുട്ടൻ്റെ അനൂസിൻ്റെ ലോകമാണ്. അപ്പോൾ പിന്നെ അവർ രണ്ടുപേരും മത്സരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും റൈഡ്സിലൊക്കെ കയറിയാണ്. അത് നമ്മളിപ്പോൾ ഐസ് ഗോള കഴിക്കാൻ വേണ്ടി നിൽക്കണം. അപ്പോൾ അനൂസ് കുറേ നാൾ ഐസ് ഗോള കഴിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ അവളിതുവരെ ടേസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ സ്ട്രോബെറി ഫ്ലേവറിലുള്ള ഐസ് ഗോളയായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരെണ്ണത്തിന് 50 രൂപ കേട്ടോ. അപ്പോൾ നമ്മൾ ഐസ് ഗോള നമ്മൾ ട്രൈ ചെയ്ത് നോക്കുവാണ്. അനു അനു Okay. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ എറണാകുളത്തുള്ളവരാണെങ്കിൽ മസ്റ്റായിട്ട് മറൈൻ എക്സ്പോ കണ്ടു നോക്കണം, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. ഓക്കെ, ബൈ.